നെക്സ്റ്റ് ടോപ്പിക്, എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ സക്സസ്ഫുൾ പബ്ലിക് റിലേഷൻ. ഇനി പബ്ലിക് റിലേഷൻ സക്സസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ വിജയിക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം? ഫസ്റ്റ് വൺ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ മസ്റ്റ് ബി എ കോമ്പീറ്റൻറ്റ് പേഴ്സൺ. അപ്പോൾ വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ്, വളരെ ടാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ആര്? പബ്ലിക് റിലേഷൻ ഓഫീസർ. സെക്കൻഡ് വൺ, ദ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഷുഡ് പൊസസ് ആൾ ദ ഇമാജിനേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ആൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം, എന്ന് വെച്ചാൽ ഇമാജിനേഷൻ ഉള്ള വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. നമ്പർ 3, പബ്ലിക് റിലേഷൻസ് ഷുഡ് ബി ഇമ്പാർഷ്യൽ. പാർഷ്യാലിറ്റി ഉണ്ടാവാൻ പാടില്ല. ട്രൂ ആൻഡ് റിയൽ ഇൻഫർമേഷൻ ഷുഡ് ബി പ്ലേസ്ഡ് ബിഫോർ ദ പീപ്പിൾ. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ യഥാർത്ഥ ഇൻഫർമേഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യാവൂ. അപ്പോൾ അദ്ദേഹം ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഇമ്പാർഷ്യാലിറ്റി ആയിരിക്കണം, പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അപ്പോൾ റിയൽ ഇൻഫർമേഷൻ ഷുഡ് ബി പ്ലേസ്ഡ് ബിഫോർ ദ പീപ്പിൾ. നെക്സ്റ്റ് വൺ, പബ്ലിക് റിലേഷൻ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് നോട്ട് ഓൺലി വിത്ത് വൺ ബട്ട് ആൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. ഇനി നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു സെക്ഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടല്ല, എല്ലാ സെക്ഷനിലേക്കും ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്തിരിക്കണം. സോ ദ പേഴ്സണൽ ബിഹേവിയർ ഓഫ് ദ ഓഫീസർ ഷുഡ് ബി കോട്ടഡ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിഹേവിയർ, അതായത് നല്ല സ്വഭാവ ഗുണമുള്ള ഒരു വ്യക്തിയായിരിക്കണം ആര്? പബ്ലിക് റിലേഷൻസ് ഓഫീസർ. Every government department and there should be an inquiry office to provide directions to the newcomers. By every government department there should be an inquiry office to provide direction to the newcomers. അപ്പം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പുതിയ ആൾക്കാർ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എൻക്വയറീസും ഡയറക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിലൂടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറിലൂടെ.